ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കേരളത്തിലത്തെ സ്ട്രീറ്റ് ഫുഡായ മുട്ടക്കപ്പയാണ്. നാടൻ രീതിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് മുട്ടക്കപ്പ തയ്യാറാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ ആണ്. ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഇടും. അതിന് ശേഷമാണ് ഇതിൽ കളഞ്ഞെടുക്കാറ്. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മളെങ്ങനെ ചെയ്യാറെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ. ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഇവിടെ കിട്ടണ കപ്പ എന്ന് പറയുന്നത് ചിലപ്പോൾ കിട്ടണത് നല്ലതായിരിക്കും, ചിലപ്പോൾ കിട്ടുന്നത് അത്ര നല്ലതായിരിക്കില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൊള്ളി എന്ന് പറയും. കൊള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാവാൻ സാധ്യതയില്ല. അതെനിക്ക് തോന്നുന്നു തൃശ്ശൂർക്കാരുടെ ഭാഷയാന്ന് തോന്നുന്നു. ഇതുപോലെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇതുപോലെ നാരുണ്ടാവില്ലേ, അത് കളയാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്താണ് ഞാൻ എടുക്കുന്നത്. അപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം നമുക്കിതൊക്കെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ കപ്പയെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഞാൻ ഈ കുക്കറിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കപ്പയുടെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കണ കപ്പയ്ക്ക് അനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ നല്ല കപ്പയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഞാനിതിപ്പോൾ ഒരു 2 വിസിൽ വരുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. നോക്കാം നമുക്ക്. ഈ ഒരു റെസിപ്പിക്ക് നന്നായിട്ട് വേവണ കപ്പയായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഒരു 4-5 തണ്ട് കറിവേപ്പില, ഒരു പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 വലിയ അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയൊക്കെ ഞാൻ വളരെ കുറച്ച് തന്നെയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 മുട്ടയാണ്. മുട്ടയുടെ അളവെന്ന് പറയുന്നത് ഇപ്പോൾ 1/2 കിലോ കപ്പയ്ക്കൊക്കെ ഒരു 4 മുട്ട എന്തായാലും വേണം. മുട്ടയുടെ എണ്ണം കൂടിപ്പോയാൽ കുഴപ്പമില്ല, പക്ഷെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ മുട്ടയുടെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മുടെ മുട്ടക്കപ്പ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇപ്പം നമ്മുടെ കപ്പ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരണവരെയാണ് ഇത് കുക്ക് ചെയ്തെടുത്തത്. അതിനുശേഷം പ്രഷർ കംപ്ലീറ്റ് പോണതിന് മുമ്പ് തന്നെ ഞാൻ ടാപ്പിൻ്റെ താഴെ കുക്കർ കൊണ്ടുവച്ചിട്ട് ഓപ്പൺ ചെയ്യാണ് ചെയ്തത്. പക്ഷെ വെന്ത് കുഴയരുത്, ചെറുതായിട്ട് കഷ്ണങ്ങൾ ഇതുപോലെ തന്നെ കിടന്നോട്ടെ. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇല്ലേ, ഇപ്പം ഞാനിത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു കടായി എടുക്കാം. കടായി ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം, ഇഞ്ചി കട്ട് ചെയ്തെടുത്തത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണക്കൊന്ന് നന്നായിട്ട് മാറട്ടെ. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ സവാളയിലേക്ക് വേണ്ടി മാത്രം. ഞാനിപ്പോൾ കപ്പ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഒരുപാട് അങ്ങോട്ട് ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണവരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് വേണ്ടിയിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടാണ് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ പോണത്. മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം. ഇതിന് കുറച്ച് ഉപ്പ് കുറവാണ്. ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ 2 തവി ഉപയോഗിക്കുന്നുണ്ട്. എന്നാലാണ് അത് കറക്റ്റായിട്ട് അങ്ങോട്ട് മിക്സ് ആയി വരുള്ളൂ. ഈ മസാലയും കപ്പയും കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കണം. ഇതുപോലെ ചട്ടകൻ ടൈപ്പ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം പിടിക്കും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പം ഈ കഷ്ണങ്ങളൊക്കെ പോലെയൊക്കെ എടുക്കണില്ല, അതൊക്കെ ഒന്ന് ചെറുതാക്കി കൊടുക്കാം. ഇപ്പോൾ ഈ തവീമ പിടിക്കണതൊക്കെ എങ്ങനെ നീക്കാം, ഒട്ടിപ്പിടിക്കും മിക്സ് ചെയ്യണ സമയത്ത്. അതിനുശേഷം വീണ്ടും ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നാൽ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇതിൽ കിടന്നോട്ടെ. ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞ പോലെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് കമ്പൈനായിട്ട് വരാം. അപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
ഇതിൽ മുട്ട ആവശ്യത്തിന് വേണം, എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ മസാലകളൊക്കെ കറക്റ്റ് ആയിരിക്കണം. എനിക്കെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നണത്. എരിവും ഉപ്പും ആ പച്ചമുളകിൻ്റെ നല്ല ഫ്ലേവർ, കുരുമുളക് പൊടിയുടെ ഫ്ലേവർ എല്ലാം കിട്ടുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ നമ്മുടെ മുട്ടക്കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.